ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയിട്ട് ഞങ്ങൾ നാവലൂർ നാവലേശ്വര ടെമ്പിൾ, ഫേമസ് ശിവാമ്പലം, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര റഷ്. അപ്പോൾ പറ്റുന്നതൊക്കെ കുറച്ചോ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോവാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാൻ വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂവിലൊന്നും നിൽക്കാത്ത ഇടയിൽ കയറി എങ്ങനെങ്കിലും കുറച്ച് ശിവനെ കണ്ടു. പിന്നെ അവിടെ പ്രാർത്ഥിച്ചു. അവിടെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാംസ്, പിന്നെ ഭരതനാട്യം. അങ്ങനെ ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ റഷ് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ആഡ് ചെയ്തു. പിന്നെ അവിടെ അമ്പലത്തിൽ എല്ലാവരും നെയ്വിളക്ക് ഇങ്ങനെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും നെയ്വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞാനും കൊണ്ടുവന്നത് അത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ നെക്സ്റ്റ് ഡാൻസ് പ്രോഗ്രാം കുറച്ച് കണ്ടു. കുറേ ആൾക്കാർ, ഈവൻ എൻ്റെ ഫ്രണ്ട്സ്, അവരൊക്കെ ഇവിടെ തന്നെ രാവിലെ വരെ ഇരിക്കും മഹാശിവരാത്രി ആയതുകൊണ്ട്. ഞാനങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് വന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡാൻസ് പ്രോഗ്രാമിൻ്റെ കുട്ടികളെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഡാൻസും കുറച്ച് ഞങ്ങൾ കണ്ടു. പിന്നെ അവിടെ കുറേ ഇങ്ങനെ ശിവൻ്റെ അമ്പലമായാലും കുറേ ചെറിയ വേറെ ദൈവമെല്ലാം ഉണ്ട്. മീൻസ് ഗണപതി, അങ്ങനെ കുറേ ദൈവങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര വെടിക്കെട്ട്. ഇത് അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. അമ്പലത്തിന് മുമ്പിൽ വലിയൊരു കുളം ഒക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ അത്ര ക്ലിയർ ആയിട്ടില്ല. പിന്നെ ചില സീസണാന്ന് തോന്നുന്നു, അറിയില്ല. ചിലപ്പോൾ ഒക്കെ ആ കുളത്തിൽ കുറേ താമരപ്പൂ ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ചില സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ അതിൽ കുറേ താമരപ്പൂ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയിൽ കയറി, പിന്നെ ദൈവത്തിനൊക്കെ കണ്ടു. അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കേട്ടന് പോലെ എന്തോ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട്, ഇത് കാണുന്നുണ്ടോ ക്യൂ, ഇത് ദേവര ദർശനമൊക്കെ ഉള്ളിലോട്ട് പോയി ഇങ്ങനെ കാണാൻ. ഉള്ളിൽ മീൻസ് അവിടെ ഫ്രണ്ടിൽ പോയി കാണാനുള്ള ക്യൂ ആയിരുന്നു, അത്രയ്ക്കും വലിയ ക്യൂ. ഞങ്ങൾ ക്യൂവിലൊന്നും നിന്നില്ല, ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടു. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഫുഡിൻ്റെതും ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻട്രൻസ് വരുന്ന വഴിയായിരുന്നു. അവിടെ ഒക്കെ ഇത് ഈ ക്യൂ ഫുഡിനുള്ളതാണ്. ഫുഡ് ഞങ്ങൾ പോകുമ്പോൾ സാമ്പാർ സാധം എല്ലാം കഴിഞ്ഞു, സാമ്പാർ റൈസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തീർന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. ഫൈനലി ഞങ്ങളും ലൈനിൽ നിന്നു. ലൈന് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നു. അങ്ങനെ ലൈനിൽ നിന്നിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ലെമൺ റൈസും സുണ്ടൽ, മീൻസ് ചുവപ്പ് കളറിൻ്റെ കടല വേവിച്ചത്, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്നുണ്ടോ, ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരും. പക്ഷേ ആൾക്കാർ ഇത് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഫുഡാണ് കിട്ടിയത്. പക്ഷെ ആൾക്കാർ ഒരു ക്ലീനൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ തന്നെ കളയും. പിന്നെ പറയാനും ഇല്ല, എന്ത് പറഞ്ഞെങ്കിൽ അവിടെ എന്ത് വേസ്റ്റ് ഒന്നും വേറെ എന്തും ചെയ്തിട്ടില്ല അവർ, വേസ്റ്റ് കളയാനോ അങ്ങനെ ഒന്നും.
ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ രാവിലെ വരെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ പിന്നെ ഞാൻ ബായ് പറയാൻ കണ്ടപ്പോൾ അവൾ കിട്ടിയിട്ടില്ല, ഫുള്ള് റഷായിരുന്നു. ഇവിടെ നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ വെച്ച് കളഞ്ഞത്, ഒരു ക്ലീൻ എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്കൊരു ഷോപ്പിൽ ഈ ഷോപ്പിൽ ആ ചേച്ചി സെയിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ തിരക്കിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇതുപോലത്തെ വിളക്കൊക്കെ വാങ്ങിക്കുക. പിന്നെ ഇവിടെ നെയ്യും കിട്ടും, അങ്ങനെ എല്ലാ സാധനവും കിട്ടുന്നുണ്ടാവും. ഞാനങ്ങനെ ഒരു കരിക്കും വാങ്ങിച്ചു, അത് നല്ല ഉണ്ടായിരുന്നു. പിന്നെ അത് അത്യാവശ്യം ഫേമസ് ടെമ്പിൾ എന്ന് തോന്നുന്നു. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്. റോഡ് ക്രോസ് ചെയ്യാൻ ഇത് മെട്രോക്ക് കൺസ്ട്രക്ഷൻ വരുന്നതുകൊണ്ട് ഇവിടെ മാത്രമേ ഞങ്ങൾക്ക് ഈ ജംഗ്ഷനിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ എല്ലായിടത്തും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാഫിക് പോലീസൊക്കെ നിന്ന് അങ്ങനെ റോഡ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ നടന്ന് വരുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഞാനങ്ങനെ ഫൈനലി കുറച്ച് കരിക്കെല്ലാം എടുത്തിട്ട് അത് വീട്ടിലൊരു ചെറിയ ഗണപതിന് വെക്കാൻ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.